നമസ്കാരം. നാളെ ആഗോള പരിസ്ഥിതി ദിനമാണ്. നമുക്ക് എല്ലാ ദിവസവും പരിസ്ഥിതി ദിനങ്ങളാണ്. സെലിംഗം ആരംഭിക്കുന്നു. ആദ്യം നമുക്ക് പതിവ് പോലെ ഐറിനയുടെ അതിശയ കഥകളിലോട്ട് വരാം. വിമാക് ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു, ഒരു ഇമെയിൽ അയച്ചു. ഐറിനയ്ക്കും മലയാളിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിക്കും 35 ക്രൂ, അദ്ദേഹം ഉൾപ്പെടെയുള്ള 35 ക്രൂവിനും സ്വീകരണം നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചു. പ്രസന്റേഷൻ എടുക്കുന്നത് വരെ മറുപടി ഒന്നും കണ്ടില്ല. കാരണം ഇനി ദിവസമുണ്ട്. 4, 5, 6 ബർത്ത് ചെയ്യപ്പെടുന്നത്. 35 ക്രൂ ആണ്. ഏറ്റവും ഒടുവിലുള്ള പൊസിഷൻ നമുക്ക് അവസാനം നോക്കാം. 35 ക്രൂ ആണ് വെസലിലുള്ളത്. ഇന്ത്യക്കാർ ബഹുഭൂരിപക്ഷം 32 പേർ ഇന്ത്യക്കാരാണ്. റൊമേനിയൻ ഒരാള്, റഷ്യ ഒരാള്, പതിവില്ലാതെ ശ്രീലങ്കയിൽ നിന്ന് അധികം പേരെ കാണാറില്ല. ശ്രീലങ്കയിൽ നിന്ന് ഒരാൾ, മലയാളികൾ 2 പേരാണ്, ക്യാപ്റ്റനും പിന്നൊരാളുണ്ട് അഭിനന്ദ് ട്രെയിനി GS, കാസർഗോഡുകാരനാണ്. അങ്ങനെയുള്ള 35 ക്രൂ. 2 മലയാളികളുണ്ട്. സ്വീകരണം അതുകൊണ്ട് തന്നെ നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. പിന്നെ സൗത്ത് ഏഷ്യയിൽ ആദ്യമാണ്. സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ കടലില്ലാത്ത അഫ്ഗാനിസ്ഥാനും പിന്നെ പാകിസ്ഥാൻ, ഇന്ത്യയിൽ എത്ര പോർട്ടാണ്? സ്വകാര്യവും പൊതുമേഖലയുമായിട്ട് എത്ര പോർട്ടുകളാണ്? ഇന്ത്യ, മാൽഡീവ്സ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, കടലില്ലാത്ത നേപ്പാളും ഭൂട്ടാൻ. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് ഐറിന നമ്മുടെ തുറമുഖത്ത് അടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആഘോഷവും അതിഗംഭീരമായ ഒരു സ്വീകരണവും സർക്കാരിന്റെ നേതൃത്വത്തിൽ നൽകേണ്ടതാണ്. ഇനി ഏറ്റവും ഒടുവിൽ ഐറിനയുടെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. MSC ഐറിന ഏറ്റവും ഒടുവിൽ പോർട്ടിന്റെ 11 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് നങ്കൂരമിട്ടിട്ടുണ്ട്. ഇത്ര നേരം ഡ്രിഫ്റ്റിംഗ് മോഡിലായിരുന്നു, ഇപ്പോൾ നങ്കൂരമിട്ടിട്ടുണ്ട്. രസകരമായ കാര്യം, 6 കപ്പലുകൾ, MSCയുടെ 6 കപ്പലുകൾ ചുറ്റിലും സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് പോലെയാണ്. പെറ്റ്നാറി, മിഷിഗൻ, ക്ലെമന്റീന F, ബ്രിഡ്ജ് പോസ്റ്റ്, ഷിന 5, മോണിക്ക 3, ഇങ്ങനെ 6 കപ്പലുകൾ ചുറ്റിലുമുണ്ട്. അങ്ങനെ 7 കപ്പലുകൾ ആങ്കറേജിലും 3 കപ്പലുകൾ ബർത്തിലുമായിട്ട് മറ്റൊരു റെക്കോർഡാണ്. 10 കപ്പലുകളാണ് ഇന്ന് നമ്മുടെ പോർട്ടിലും ആങ്കറേജിലുമായിട്ടുള്ളത്. നമുക്ക് എല്ലാ ദിവസവും പരിസ്ഥിതി ദിനങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ശ്രീ മോഹൻജി, നമ്മുടെ കൊല്ലത്തെ വിമാക്കിന്റെ ശക്തനായ പ്രവർത്തകൻ, അദ്ദേഹം നാളെ മെത്തനോളിന് വേണ്ടി ഒരു ക്യാമ്പയിൻ കൊല്ലത്ത് നടത്തുകയാണ്. നിത്യപ്രഭാ നഗർ, വാസ്തവത്തിൽ ആ വാക്ക് തന്നെ വളരെ അർത്ഥം നൽകുന്നതാണ്. നിത്യവും പ്രഭ ചൊരിയുന്ന, നിത്യവും പുതിയ അറിവുകൾ നൽകുന്ന നഗറാണ് കൊല്ലത്തെ നിത്യപ്രഭാ നഗർ. അവരുടെ കുട്ടികളെയും കൊണ്ട് അവർ അഷ്ടമുടി കായലിലോട്ട് പോവുകയാണ്. മെത്തനോൾ ലോകത്തിന്റെ പുതിയ ഇന്ധനം. വിമാക്കിനൊപ്പം നിത്യപ്രഭാ നഗറും. അഷ്ടമുടി കായലിൽ തെളിനീരൊഴുക്കാം മെത്തനോളിലൂടെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ എടുത്ത് മെത്തനോൾ ഉണ്ടാക്കുന്നതിലൂടെ അഷ്ടമുടി തെളിനീര് ഒഴുകുന്ന അവസ്ഥയിലെത്തും. അതിലൂടെ നമ്മുടെ മണ്ണും വായുവും ജലവും സംരക്ഷിക്കാം, കാലാവസ്ഥ അനുകൂലമാക്കാം, എൽസ 3യെ വെള്ളത്തിനടിയിലോട്ട്, കടലിനടിയിലോട്ട് വിടാതിരിക്കാം, എല്ലാത്തരം മാലിന്യത്തിൽ നിന്നും മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ശ്രീ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടക്കുമ്പോൾ ആഗോളതലത്തിൽ എന്താണ്? ആഗോളതലത്തിൽ നടക്കുന്നതിന്റെ ഇമ്പാക്ട് നമ്മൾ ഇത്രയും വർഷം, 1.5 വർഷമായി, ഇനിയിപ്പോ 2 പറഞ്ഞു തുടങ്ങേണ്ടി വരും. ഇന്ത്യ ടു നോട്ടിഫൈ ന്യൂ റൂൾസ് ടു മീറ്റ് IMO zero emission regulations to get ports and shipping green compliant. അടിയറ സിമ്പൽ. 1.5 വർഷം കഴിഞ്ഞപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അനക്കം വന്നു തുടങ്ങി.
IMOയുടെ ഇൻഡാസ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകുമെന്ന് പറഞ്ഞപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂളുകൾ ഉണ്ടാക്കി തുടങ്ങി. The rules will specify norms for putting up green fuel filling stations at ports. പോർട്ടുകളിൽ ഗ്രീൻ ഫ്യൂവൽ കൊടുക്കേണ്ട സ്റ്റേഷൻസ് ഉണ്ടാക്കണം. ഇൻക്ലൂഡിംഗ് പ്രോഗ്രാംസ് ഫോർ ട്രെയിനിങ് ഓഫ് മാൻ പവർ ഇൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഇത് ഉണ്ടാക്കുന്നതാവാം, ഡിസ്പെൻസ് ചെയ്യുന്നതാവാം, കൊടുക്കുന്നതാവാം, ഹാൻഡിൽ ചെയ്യുന്നതാവാം. ഇതിനെല്ലാത്തിനും ട്രെയിനിങ് കൊടുക്കുന്ന തരത്തിലും ഈ നിയമങ്ങൾ കൊണ്ടുവരണം. എന്തൊക്കെയാണ് പശ്ചാത്തലം? According to the DG Shipping, Director General Shipping of India, the total compliance cost for India is projected at $87 to 100 million annually by 2030. ഇത് നടപ്പാക്കിയില്ലെങ്കിൽ, ഇങ്ങനെയുള്ള ഗ്രീൻ മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ കാർബൺ എമിഷൻ ഇന്ത്യയുടെ കപ്പലുകളുടെ എണ്ണമൊക്കെ ഉണ്ട്, വളരെ കുറവാണെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പൽ എല്ലാം പുറപ്പെടുവിക്കുന്നതും ഇന്ത്യയിലോട്ട് വരുന്ന കപ്പലുകൾ പുറപ്പെടുവിക്കുന്നതും എല്ലാമായിട്ട് ഇന്ത്യയുടെ തോളിൽ വരാൻ പോകുന്നത് 87 മുതൽ 100 മില്യൺ ഡോളറാണ് പ്രതിവർഷം ബൈ 2030. 3-4 വർഷം കഴിയുമ്പോൾ ഇത്രയും പണം ഇന്ത്യ കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് പിരിച്ചെഴുതാം. എങ്ങനെയാണ് ഇന്ത്യ 87-100 മില്യണൊക്കെ കൊടുക്കേണ്ടി വരുന്നത്? എങ്ങനെയാണ്? പെനാൽറ്റി സ്ട്രക്ചർ. ഷിപ്സ് എക്സീഡിംഗ് ദ എമിഷൻസ് ലിമിറ്റ് വിൽ ബി ചാർജ്ഡ് $380 പെർ മെട്രിക് ടൺസ് ഫോർ എമിഷൻസ് എബവ് ദ ഫിക്സഡ് ത്രഷോൾഡ്. ഒരു നിശ്ചിത പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ കപ്പലിനും. അതിനേക്കാൾ കൂടുതൽ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് പുറത്തു വന്നാൽ $380 പെർ മെട്രിക് ടൺ. അത്രയും പിഴ, പെനാൽറ്റി ആണല്ലോ, അത്രയും ഡോളർ പിഴ കൊടുക്കേണ്ടി വരും. അങ്ങനെ പിഴ കൊടുക്കുമ്പോൾ ആ പിഴ എവിടെ വരും? ഇന്ത്യയിലോട്ട് ചരക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയുടെ പുറത്താണ്, ഇന്ത്യയിലെ കസ്റ്റമേഴ്സിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ പോർട്ടിലാണ്. അങ്ങനെ അവർ വർക്കൗട്ട് ചെയ്തിട്ടാണ് 87 മുതൽ 100 മില്യൺ ഡോളർ പ്രതിവർഷം ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടി വരും. നമുക്ക് ഈ സാധനം കൊണ്ടുവരുമ്പോൾ പെട്രോളിന് വരും. പെട്രോളിന് വില കൂട്ടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫീ ഇനത്തിൽ ഒരു 50 പൈസ അല്ലെങ്കിൽ ₹1 കൂടി കൂട്ടാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രേരിതമാകും. അങ്ങനെ അൾട്ടിമേറ്റ്ലി നമ്മൾ തന്നെ ആ പൈസയും കൊടുക്കേണ്ടി വരും. ബട്ട് ഇന്ത്യ മേ ഓൾസോ ബെനിഫിറ്റ് ഫ്രം IMO റെഗുലേഷൻ. ഈ ഇങ്ങനെ പൈസ കൊടുക്കുന്നതിലൂടെ കളക്ട് ചെയ്യുന്നതിലൂടെ ഒക്കെ ഇന്ത്യക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ദിസ് എനേബിൾസ് പ്രൊഡക്ഷൻ ഓഫ് 28 മില്യൺ ടൺസ് ഓഫ് അമോണിയ ആൻഡ് 26.3 മില്യൺ ടൺ ഓഫ് മെത്തനോൾ വിച്ച് ക്വാളിഫൈ അണ്ടർ ദി IMO's GFI റിവാർഡ് സിസ്റ്റം. ഇങ്ങനെ പിരിച്ചെടുക്കുന്ന IMO പിരിച്ചെടുക്കുന്ന പണം തിരിച്ച് അംഗരാജ്യങ്ങൾക്ക് നൽകുന്നതിലൂടെ അംഗരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? 28 മില്യൺ അമോണിയയും 26.3 മില്യൺ മെത്തനോളും ഉൽപ്പാദിപ്പിക്കാവുന്ന ഇൻസെന്റീവ്സ് IMO നൽകും. അതാണ് അവസാനം പറയുന്നത്. While discussions are still on how to distribute funds accumulated by IMO, നേരത്തെ പറഞ്ഞ $380 പെർ ടൺ വെച്ച് കിട്ടുന്ന അക്യുമുലേറ്റ് ചെയ്യാന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന വാക്ക്. While discussions are still on how to distribute funds accumulated by IMO to countries such as India to help its industry get technology and fuel required to reduce emissions by the industry. ഈ പണം എവിടെ തിരിച്ചു വരും? തിരിച്ച് കൊല്ലത്തെ മോഹൻജിക്ക് പോകും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എമിഷൻസ് കുറയ്ക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അത് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതാവാം, അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻസ് കുറയ്ക്കുന്ന ഇക്കോബ്രിക്സിന്റെ നിർമ്മാണം പോലുള്ളവയാവാം. ഇത് ആർക്കൊക്കെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന്റെ ഡിസ്കഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2028 മുതൽ ഈ $380 പെർ ടൺ എന്നുള്ള പിഴ പെനാൽറ്റി ഈടാക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ആ ഈടാക്കുന്നതിൽ നിന്ന് നമ്മളെ പോലുള്ള രാജ്യങ്ങൾക്ക് കുറച്ച് പണം IMO നൽകാൻ തയ്യാറാണ്. ആ പണം വാങ്ങിയെടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും തയ്യാറാണോ? അങ്ങനെ വാങ്ങിയെടുത്ത് മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച്, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, റൂൾസ് സ്പെസിഫൈ നോംസ് ഫോർ പുട്ടിംഗ് അപ്പ് ഗ്രീൻ ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷൻസ്. നമ്മുടെ തുറമുഖത്ത് ഫില്ലിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കാം. ഫില്ലിംഗ് സ്റ്റേഷനിലോട്ട് നമുക്ക് എല്ലാവർക്കും ഉൽപ്പാദിപ്പിക്കുന്ന മെത്തനോൾ കൊണ്ടു കൊടുക്കാം. അങ്ങനെ അതിനുവേണ്ടി IMO പണം തരും എന്നുള്ളതാണ്
ഈ പുതിയ നിയമനിർമ്മാണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനനുസരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ച് പ്രവർത്തനത്തിന്റെ റൂൾസ് സെറ്റ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഇപ്പോഴും അനങ്ങിയിട്ടില്ല. അനങ്ങാപ്പാറ നയം തുടരുന്ന കേരള ഗവൺമെന്റും താമസിയാതെ അനങ്ങും. കാരണം ഡൽഹിയിൽ നിന്ന് IAS എഴുതുമ്പോഴാണല്ലോ ഇവിടെ ഓരോരുത്തർക്ക് അനക്കം വരുന്നത്. അല്ലാതെ നമ്മളെപ്പോലുള്ള ഏഴാം കൂലികൾ പറയുമ്പോൾ അതിനൊരു വിലയും ഈ നാട്ടിൽ നൽകില്ല എന്നുള്ളത് അനുഭവമാണ്.